ഹലോ ഗായ്സ്, നമസ്കാരം. അങ്ങനെ ലാലേട്ടന്റെ തുടരും സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞ സദസ്സോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് 100 കോടി അടിച്ചു. ആൻഡ് അതിന്റെ സക്സസ് മീറ്റും കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 200 കോടി മൈൽ സ്റ്റോൺ മീറ്റിംഗ് ആ ഒരു സംഭവത്തിനുള്ള വെയിറ്റിംഗ് ആണ്. എന്തായാലും 200 കോടി അടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. ഏതായാലും അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ അതിന്റെ സക്സസ് ട്രെയിലർ ഇറക്കി വിട്ടിട്ടുണ്ട്. മൂവി സക്സസ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ട്രെയിലർ ഇന്നലെയോ ഇന്നോ ആണ് ഇറക്കി വിട്ടത്. ഏതായാലും അതിന്റെ കുറെ റിയാക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതായാലും തുടരും സംബന്ധിച്ചോളം നമുക്കിത് കാണാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ എന്ത് അപ്ഡേറ്റ്സ് വന്നാലും നമ്മളത് കാണും, അത് റിയാക്ട് ചെയ്യും, നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് നമുക്കൊരു ശീലമാണ് ലാലേട്ടന്റെ സംഭവം ആയതുകൊണ്ട്. എന്തായാലും ആ സംഭവം കണ്ടിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വന്ന് സംസാരിക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. തുടരും ഹിയർ അഗെയിൻ 2 മിനിറ്റ് 9 സെക്കൻഡ്. ഓക്കെ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ഒരു പക്ക മറ്റേ സാധനം പിടിച്ചിട്ടുണ്ട്, നേരെ ഓപ്പോസിറ്റ് ആണ്. സീരിയസ് മൂഡ്. രജപുത്ര ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. That's a man on the edge. Oh. നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോറ് വല്ലതും പറ്റിയോ ബെൻസേ? Man. Oh. കമ്പത്തേക്ക് അധികം ദൂരമില്ല ജോർജ് സാറേ. Oh, George sir. This is time personal. It's personal. Oh. പത്തേണ്ട. ആരെ കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില ഈ ഒരു ഡയലോഗ് സംഭവം അവന്മാരെ സൂക്ഷിക്കാം. ഈ കഥയിലെ നായകൻ ഈ കൂട്ടത്തോട് പറഞ്ഞേരെ മറ്റാ വീട് കാട് കയറിയത്. നീയൊക്കെ കേൾക്കും. എന്താ മോനെ ഈ ഒരു സാധനം? ഗംഭീരം. തരുൺമൂർത്തി അണ്ണൻ മുരുക വേലായുധ. വാവ് മാൻ, റണ്ണിങ് സക്സസ്ഫുള്ളി അല്ല പിന്നെ സക്സസ്ഫുള്ളി അല്ലാണ്ട് പിന്നെന്താണ് മാൻ? എന്താ അല്ലേ, 2 വ്യത്യസ്ത ട്രെയിലർ സംഭവം. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട സംഭവത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് പിടിച്ചൊരു സംഭവം. അതായത് ഒരു കമന്റ് ഞാൻ വായിച്ചു, ഈ തുടരും എന്ന സിനിമയിൽ ആദ്യം ഇറങ്ങിയ ട്രെയിലർ കണ്ട് ആ സെയിം ഡേ തന്നെ സിനിമക്ക് പോയി കണ്ടവരാണ് ഏറ്റവും ഭാഗ്യവാന്മാരെന്ന്. അത് കറക്റ്റാണ്. ബിക്കോസ് ആ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് നമ്മളൊരു 2 മിനിറ്റ് ആണ് ട്രെയിലർ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 1 മിനിറ്റ് 40 സെക്കൻഡും ഒരു കോമഡി, ഒരു വൈബ് പിടിച്ചൊരു ട്രെയിലർ ആയിരുന്നു. അവസാനത്തെ ഒരു 30 സെക്കൻഡ് ആയിരുന്നു കുറച്ചെങ്കിലും ഇങ്ങനത്തെ ഒരു സീരിയസ് മൂഡിലേക്ക് സംഭവം കടന്നത്. അപ്പൊ ആൾക്കാർക്ക് അത്ര ഒരു എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു നമ്മൾ പോയത്. പക്ഷെ നമുക്ക് കിട്ടിയത് പറഞ്ഞാൽ വേറെ അനുഭൂതിയായിരുന്നു. വേറെ ചാകരായിരുന്നു സംഭവം. അത് വേറെ അല്ല, നമ്മളെ എക്സ്പെക്ടേഷൻ അപ്പുറം പോയിട്ട് അടിച്ച് തിമിർത്ത് തൂഫാനാക്കി. ഇത് എന്ന് പറയുന്നത് നേരെ സംഭവം സക്സസ് ആയി ഒരു 10 ദിവസം കഴിഞ്ഞു. ഇപ്പം ഇതിപ്പോ ഇറക്കി വിട്ടത് പറഞ്ഞാൽ ഇതിന്റെ ഹാർഡ് കോർ സംഭവമാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത് എല്ലാ സീൻസും. ഇതുവരെ പടം കാണാത്തവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ഒരുപാട് സ്പോയിലേഴ്സ് ആയിട്ടില്ല, എന്നാലും അതിന്റെ മിക്ക കുറെ സീൻസുകൾ, ഡയലോഗുകൾ, അതിന്റെ ഡെപ്ത് കാണിക്കുന്ന കുറെ സീൻസ് എല്ലാം ഇതിലുണ്ട്. അത് പടം കണ്ടവർക്ക് അറിയാം. എന്തായാലും ഈ സംഭവം എന്ന് പറഞ്ഞാൽ കിടുക്കി. ഇതെന്തായാലും ഫസ്റ്റ് ഇറക്കി വിടാൻ പറ്റൂല. ആദ്യത്തെ ട്രെയിലറായിട്ട് ഈ സംഭവം ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തായാലും ഇതെന്താണ് സംഭവം, ഇതൊക്കെ എന്തൊക്കെയുണ്ട്, അതെല്ലാം അറിയട്ടെ. ഇതാണ് പറ്റിയ ടൈമാണ്. സക്സസ് ട്രെയിലർ തന്നെയായിട്ട് ഇറക്കി വിടാൻ പറ്റിയൊരു സംഭവമാണ്. ലാലേട്ടന്റെ ആ ഒരു സ്വാഗും അടിയും ഇടിയും പോലീസ് സ്റ്റേഷൻ സീനും ആ ഒരു ജനല് ചാടി വരുന്നൊരു സംഭവം ആൻഡ് ഡയലോഗും ജോർജ് സാറിനൊന്നും മറ്റേ ട്രെയിലറിൽ കാണിച്ചിട്ടേ ഇല്ല. ജോർജ് സാറിന്റെ ഡയലോഗ്, ഇത് എന്താ സിനിമയാടാ എന്ന് സംഭവം കിട്ടിക്കിട്ടാ. ബിക്കോസ് ജോർജ് സാറിനെ ഞാൻ ശരിക്കും വെച്ചാൽ മൂപ്പര് ഡബ് ചെയ്ത് വേറെ ആരോ എന്നാണ് ഫസ്റ്റ് സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. പിന്നെ മനസ്സിലായി മൂപ്പര് തന്നെയാണ് ഡബിങ് എന്ന്.
ഗംഭീര വോയിസ് ആണ് മൂപ്പരുടെ. ആൻഡ് ഒറ്റയാന്റെ കാര്യം പറയുന്നുണ്ട്. ആ ഒറ്റയാന്റെ കാര്യം ശരിക്കും സിനിമ കണ്ടവർക്ക് അറിയാം. ഫസ്റ്റ് സീനിൽ ലാലേട്ടൻ പറയുന്നുണ്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്താണ് കൂട്ടത്തോടെയുള്ള ആനകളെ പേടിക്കാനില്ല, പക്ഷെ ഈ കൂട്ടം തെറ്റി നടക്കുന്ന ചില ഒറ്റക്കൊമ്പരന്മാരുണ്ടാവും, ഒറ്റയാന്മാരുണ്ടാവും, അവരെയാണ് പേടിക്കേണ്ടതെന്ന്. കറക്റ്റ് സാധനം, അത് കണക്ട് ആയിക്കൊണ്ട് പറഞ്ഞതാണ് സിനിമേന്റെ. ആൻഡ് എന്താ പറയാ, കിടുക്കാച്ചി സംഭവം എല്ലാം കിടുക്കാച്ചി. ഇങ്ങനത്തെ ഒരു കിണ്ണങ്കാച്ചി ട്രെയിലർ അത് വേറെ ലെവൽ മാൻ. അത് തുടരും, നമുക്കറിയാം. ഇതിനെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും കൂടെ ഉണ്ട്, തുടരട്ടെ, തുടർന്നുകൊണ്ടിരിക്കട്ടെ. ലാലേട്ടനും കൂടെ ഉള്ളവരും നമുക്കും ലാലേട്ടനൊപ്പം തുടരാം, അത്രേ പറയാനുള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയ.